അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ സഹോദരികളെ, അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള വഖഫിന്റെ അടയാളങ്ങൾ, ഖുർആനിലെ വിവിധ അടയാളങ്ങൾ എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വഖഫിന്റെ അടയാളങ്ങളിൽ നാലാമത്തേതായിട്ട് ഖില അഥവാ അൽ വഖഫു ഔല എന്നാണ്. നേരത്തെ നമ്മൾ പഠിച്ചതിന്റെ നേരെ വിപരീതമാണിത്. തൊട്ടു മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത് സില, സ്വാദ് ലാം അലിഫ് മക്സൂറ അഥവാ അൽ വസ്ലു ഔല എന്നാണ്. വഖഫ് ചെയ്യൽ അനുവദനീയാണ്, ചേർത്തിയോതൽ ആണ് ഉത്തമം. ഇത് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് നാലാമത്തത് ഖാഫ് ലാം അലിഫ് മക്സൂറ ഖില. ഈ അടയാളം മുകളിൽ കണ്ടാൽ മനസ്സിലാക്കേണ്ടത് അവിടെ വഖഫ് ചെയ്യലാണ് ഉത്തമം. അൽ വഖഫു ഔല എന്നാണ്. വഖഫ് ചെയ്യലാണ് ഉത്തമം, എന്നാൽ ചേർത്തി ഓതലും ജായിസാണ്. ഉദാഹരണമായി قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير. സൂറത്ത് ആൽ ഇംറാനിലെ 29-ാമത്തെ വചനം മുകളിലെ പോസ്റ്റിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇങ്ങനെ ഓതലാണ് ഉത്തമം, എന്നാൽ ചേർത്തി ഓതുകയും ചെയ്യാം. قل إن تخفوا ما في صدوركم أو تبدوه يعلمه الله ويعلم ما في السماوات وما في الأرض والله على كل شيء قدير. ഇങ്ങനെ ചേർത്തുകയും ചെയ്യാം. അപ്പോൾ ചുരുക്കത്തിൽ ഖില എന്ന അടയാളം കണ്ടാൽ മനസ്സിലാക്കുക, വഖഫ് ചെയ്യലാണ് ഉത്തമം, നിർത്താതെ ഓതിയാലും, നിർത്തി ഓതലാണ് ഉത്തമം, നിർത്താതെ ഓതിയാലും പ്രശ്നമില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിശുദ്ധ ഖുർആനിലെ മറ്റൊരു അടയാളവും അതിന്റെ നിയമവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു വിശുദ്ധ ഖുർആൻ പാരായണവും അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.